ഹായ് ഗായ്സ്, പത്തനംമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ അടിപൊളി നല്ല രസകരമായ ഒരു എപ്പിസോഡ് വിശേഷമാണ് പറയാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അബിയുടെ കുഞ്ഞിനെ കൊണ്ടുവരുന്നുണ്ട് അനന്തപുരിയിലേക്ക്. അനഘ മരിച്ചൊക്കെ പോകുന്നുണ്ട്. അതിനുശേഷം അബിയുടെ കുഞ്ഞിനെ അനന്തപുരിയിൽ എത്തിക്കുകയാണ്. അങ്ങനെ അബിയുടെ കുഞ്ഞിനെ ഓരോരുത്തരും ഓരോ ദിവസം മാറി നോക്കേണ്ടതായിട്ട് വരും. അബിയുടെ കുഞ്ഞാണെന്നുള്ള വിവരം ആരും അറിയുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു ദിവസം തന്നെ നമ്മുടെ ജലജയ്ക്ക് കുഞ്ഞിനെ നോക്കാനായിട്ട് കിട്ടുകയാണ്. അന്നുണ്ടാകുന്ന കുറച്ച് രസകരമായ സംഭവങ്ങളും ആ കുഞ്ഞ് ജലജയ്ക്ക് കൊടുക്കുന്ന ഒരു ഇട്ടിൻ്റെ പണിയൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആ വിശേഷങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അബിയെ വന്ന് കണ്ടിട്ട് അനഘ പറയുന്നുണ്ട്, ഞാൻ കുറേ നാളായി നിൻ്റെ പുറകെ ഞാൻ നടക്കുന്നു. നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണം. അവൾക്ക് എനിക്കുണ്ടായതുപോലുള്ള ഒരു അനുഭവം ഉണ്ടാവരുത്. അവൾ നല്ല രീതിയിൽ വളരണം. അനന്തപുരി തന്നെ അവൾ വളരണം. അതിനെക്കുറിച്ച് നിൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോൾ അബി പറയാണ്, അവളെ ഞാൻ നോക്കിക്കോളാം, അവൾ നമ്മുടെ മോളല്ലേ, എനിക്ക് അവളെക്കുറിച്ചുള്ള ചിന്തയൊക്കെ ഉണ്ടെന്ന് പറയുമ്പം അനഘ പറയാണ്, ഓഹോ, നിനക്ക് അവളെക്കുറിച്ചിട്ടുള്ള ചിന്തയൊക്കെ ഉണ്ടല്ലേ? ആ കുഞ്ഞിൻ്റെ വയറ്റിലുണ്ടായിരുന്നപ്പോൾ തന്നെയല്ലേ നീ അതിനെ കൊന്നുകളയാനും എന്നെ ഉപേക്ഷിക്കുകയും ചെയ്തത്? എന്നിട്ടിപ്പം അവളെക്കുറിച്ചുള്ള ചിന്ത നിനക്കുണ്ടെന്ന് പറഞ്ഞാൽ ഞാനതങ്ങ് വിശ്വസിക്കണം അല്ലേ? എൻ്റെ ഗതികേട് കൊണ്ടാണ് ഞാൻ നിൻ്റെ പുറകെ നടക്കുന്നത്. എനിക്ക് ഏത് സമയവും മരണം ഉണ്ടാകാം. ഞാൻ എപ്പോഴാണ് ഇനി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതെന്നോ എൻ്റെ ബോധം പോകുന്നതെന്നോ ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ എനിക്ക് സുരക്ഷിതമായൊരു കൈകളിൽ ഏൽപ്പിക്കണം. നീ അതിനെ ഏറ്റെടുത്തില്ല എന്നുണ്ടെങ്കിൽ, ആ കാര്യത്തിൽ ഒരു തീരുമാനം നീ എടുത്തില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ കുഞ്ഞിനെയും കൊണ്ട് അനന്തപുരിയിലേക്ക് കയറി വരും. അല്ലാതെ എനിക്കൊരു മാർഗ്ഗവും ഇല്ല എന്ന് പറയുകയാണ്. അപ്പോൾ അബി പറയുന്നുണ്ട്, നീ ഒന്ന് ക്ഷമിക്കേ, ഞാനങ്ങനെ മറന്നിട്ടൊന്നും ചെയ്യല്ല. ഈ സമയത്ത് നീ അനന്തപുരിയിലേക്ക് കയറിയൊന്നും വരരുത്. കുറച്ച് നാൾ കൂടി നീ ഒന്ന് ക്ഷമിക്കെന്ന് പറഞ്ഞ് വിടുകയാണ് അനഘ. പക്ഷേ അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. പിന്നെ അനഘയ്ക്ക് അസുഖം കൂടുതലാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അസുഖം കൂടുതലാകുന്ന അനഘ ഈ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലാകുന്ന സമയത്ത് കുഞ്ഞിനെ ശിശുക്ഷേമ സമിതിയിലൊക്കെ ഏൽപ്പിച്ചിട്ട് അനഘ പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ. സീരിയസ് ആയി കിടക്കുന്ന സമയത്ത്, ഞാൻ മരിച്ചതിന് ശേഷം ഈ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കണം. പിന്നെ ഇവക്ക് ഒരച്ഛനുണ്ട്, അച്ഛൻ്റെ വീടുണ്ട്, സമൂഹത്തിൽ ഉന്നത നിലയിൽ കഴിയുന്നവരാണ് അവർ. മൂർത്തീസ് ജ്വല്ലറിയിലെ അനന്തപുരിയാണ് ഈ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ വീട്. അതുകൊണ്ട് തന്നെ അനന്തപുരിയിൽ ഈ കുട്ടിയെ ഏൽപ്പിക്കണം എന്ന് പറയണം. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, അനന്തപുരിയിലെ ആരുടെ കുഞ്ഞാണിതെന്ന് ചോദിക്കുക. അപ്പോൾ അനഘ പറയുന്നുണ്ട്, അതിപ്പം ഞാൻ തൽക്കാലം വെളിവാക്കുന്നില്ല. അനന്തപുരിയിലെ ഒരാളാണ് ഈ കുട്ടിയുടെ അച്ഛൻ, അത് ഞാൻ പറയാം. അതുകൊണ്ട് ആ വീട്ടിൽ വേണം എൻ്റെ മോള് വളരാൻ. അവൾ അനാഥയായിട്ട് വളരരുത്. ഈ കാര്യത്തിൽ നിയമപരമായിട്ടൊരു തീരുമാനം ഉണ്ടാകുന്നത് വരെ അവിടെ വളരണം. ഇതെൻ്റെ മരണമൊഴിയായിട്ട് നിങ്ങൾ കൂട്ടണം, എൻ്റെ ഒരു അഭ്യർത്ഥനയാണെന്നൊക്കെ പറഞ്ഞിട്ട് അനഘ അവരെ അറിയിക്കുകയാണ്. അങ്ങനെ അനഘ വളരെ സീരിയസ് ആയിട്ട് തന്നെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഈ കുഞ്ഞിനെ ശിശുക്ഷേമ സമിതിക്കാർ കൊണ്ടുപോവുകയാണ്. അവിടെയാണ് കുട്ടി വളരുന്നത്. അമ്മയ്ക്ക് ബോധമില്ലാത്ത അവസ്ഥയിലും അസുഖം കൂടിയ അവസ്ഥയിലും ഒക്കെ ഈ കുഞ്ഞ് അവിടെ വളരുകയാണ്. അങ്ങനെ ഒരു ദിവസം അനഘ മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അനഘ പറഞ്ഞിട്ടുണ്ട്, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ കുട്ടിയെ നേരെ അനന്തപുരിയിലാണ് ഏൽപ്പിക്കേണ്ടത്, അവിടെയാണ് ഈ കുട്ടിയുടെ അച്ഛനുള്ളത് എന്ന് പറയുകയാണ്. അപ്പോൾ അത് നിയമപരമായിട്ട് തെളിവുകളൊന്നും ഇല്ലെങ്കിലും അനഘയുടെ മരണമൊഴിയായിട്ട് അവരതങ്ങ് എടുക്കുകയാണ്. എന്നിട്ട് അവിടെ കൊണ്ടാക്കുകയാണ്. ഇനി ഇത് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം അനന്തപുരിക്കാർക്കാണ്. DNA ടെസ്റ്റൊക്കെ നടത്തി ഈ കുഞ്ഞിൻ്റെ അച്ഛൻ അവിടെ ഉണ്ടോ എന്നുള്ള കാര്യം അവർ തെളിയിച്ചെടുക്കുകയും ചെയ്യണം. അപ്പോൾ ആ രീതിയിൽ ആയിരിക്കുകയാണ്. അങ്ങനെ അനഘ മരിച്ചു കഴിയുമ്പോൾ തന്നെ അവർ കുഞ്ഞിനെ അനന്തപുരിയിലേക്ക് ഏൽപ്പിക്കാനുള്ള നിയമ നടപടികളിലേക്കൊക്കെ നീങ്ങുകയാണ്. കാരണം അങ്ങനെ ഒരു മൊഴി കുട്ടിയുടെ അമ്മ തന്ന സ്ഥിതിക്ക് ഈ കുട്ടിയെ ശിശുക്ഷേമ സമിതിക്കാർ തന്നെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് കുട്ടിയെ അച്ഛൻ്റെ വീട്ടിലേക്ക് ഏൽപ്പിക്കാം. അതിനുശേഷമുള്ള കാര്യങ്ങൾ കോടതി വഴി നടക്കും. അങ്ങനെയാണ് വേണ്ടത്. അതിനു വേണ്ടിയുള്ള കാര്യങ്ങളിലേക്ക് അവർ നീങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതേസമയം അനന്തപുരിയിലാണെങ്കിൽ എല്ലാം ഒരുവിധമൊക്കെ കലങ്ങി തെളിഞ്ഞ് സംഭവമൊക്കെ റെഡിയായിരിക്കുകയാണ്. നയനിയും ദേവയാനിയും തമ്മിൽ സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ആദർശും നയനിയും തമ്മിലുള്ള പിണക്കങ്ങളും ഒക്കെ മാറി എല്ലാം ഒരു വിധത്തിൽ നല്ല രീതിയിലാകുകയാണ്. അപ്പോഴാണ് ഒരു വിശേഷം വരുന്നത്. ദേവയാനിയുടെയും ജയൻ്റെയും വിവാഹ വാർഷികം ആകുകയാണ് കേട്ടോ. അങ്ങനെ ദേവയാനിയും ജയനും രാവിലെ തന്നെ ക്ഷേത്രത്തിലൊക്കെ പോവുകയാണ്. ജയൻ ഒരു മീറ്റിംഗ് ഉണ്ട്, അങ്ങോട്ട് ദേവയാനിയും കൂട്ടിക്കൊണ്ടുപോയി അവർ രണ്ടുപേരും ക്ഷേത്രത്തിലൊക്കെ പോവുകയാണ്. ഇതേസമയം ഈ സംഭവം ഒന്നും അനന്തപുരിയിലെ മറ്റാരോടും അവർ പറഞ്ഞിട്ടില്ല കേട്ടോ, വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്നുള്ള കാര്യം.
അങ്ങനെ പോയൊക്കെ കഴിയുമ്പം എന്നാൽ നമ്മുടെ നയനയും ആദർശവും ഒക്കെ ഈ വിവരം അറിയുന്നുണ്ട്. അവരതൊക്കെ ഒരു സസ്പെൻസ് ആയിട്ട് വെക്കുകയാണ്. അച്ഛനും അമ്മയും തിരിച്ചു വരുമ്പം ഒരു സർപ്രൈസ് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടും ഒരു ചെറിയ ഫംഗ്ഷൻ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഈ വിവരം ദേവയാനിയും ജയനും അറിയുന്നില്ല. അവർ രാവിലെ മീറ്റിങ്ങിനും ക്ഷേത്രത്തിലും ഒക്കെ ആയിട്ട് പോവാണ്. അതിനുശേഷം അവർ തിരിച്ചു വരുമ്പോഴത്തേക്കും അനന്തപുരി ആകെ മാറുകയാണ് കേട്ടോ. മൊത്തത്തിൽ ഡെക്കറേറ്റ് ചെയ്ത് കേക്ക് കട്ടിങ്ങും അതുപോലെ ഗിഫ്റ്റും എല്ലാം വാങ്ങിച്ചു വയ്ക്കുകയാണ്. അത് ആദർശും നയനയും അതുപോലെ തന്നെ നമ്മുടെ അനിയും എല്ലാം കൂടിയാണ് ചെയ്യുന്നത്. മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും ഉണ്ട് കേട്ടോ. പക്ഷേ ഇതൊന്നും കണ്ടിട്ട് അത്ര രസമില്ലാതെ നിൽക്കുകയാണ് നമ്മുടെ ജലജയും അനാമികയും കൂടി പറയുന്നുണ്ട്, എന്തെല്ലാം കണ്ടാലാ ഇനി അവരുടെ വിവാഹ വാർഷികം, ആ വെഡ്ഡിങ് ആനിവേഴ്സറി കൂടി കാണേണ്ടി വരുമല്ലോ. ഇതാലോചിക്കുമ്പം തന്നെ ദേഷ്യം വരുന്നുണ്ട്. എന്തെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്ന ആ നയന. അമ്മായിയമ്മയ്ക്ക് കൊടുക്കാനായിട്ട് കേക്ക് കട്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അനാമികയും പറയും, ശരിയാ, ഇവിടെ ബാക്കിയുള്ളവരുടെ ഒരു ബർത്ത്ഡേയോ വെഡ്ഡിങ് ആനിവേഴ്സറിയോ ഒന്നും ആഘോഷിക്കാൻ ആരുമില്ല. ഈ തൈക്കളവൻ്റെയും കിളവിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നു. ഇതൊക്കെ അഹങ്കാരം എന്നല്ലാതെ എന്താ പറയുക. അപ്പോൾ ജലജ പറയാണ്, എന്ത് ചെയ്യാ അനാമികയെ, നമുക്കിതൊക്കെ കണ്ടു നിൽക്കാനല്ലാതെ എന്തെങ്കിലും ഒന്ന് പ്രതികരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇനിയിപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടങ്ങ് മുന്നോട്ട് പോകാം, അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ നിൽക്കുകയാണ്. അതേ സമയത്താണ് നമ്മുടെ ദേവയാനിയും ജയനും കൂടെ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് തിരിച്ചു വന്ന് അനന്തപുരിയിൽ വന്ന് ഇറങ്ങുമ്പോൾ ദേവയാനി ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ്, ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്, എന്നിട്ട് മക്കൾ വിളിച്ചൊന്ന് വിഷ് ചെയ്ത് പോലുമില്ല. ആദർശ് അതെല്ലാം മറന്നുപോയി എന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ നയനി. വീട്ടിൽ ആരും അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചില്ല. ഗിഫ്റ്റ് ഒന്നും തന്നില്ലെങ്കിലും ഒന്ന് വിഷ് ചെയ്യാൻ പോലും അവർക്ക് തോന്നിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുമ്പം ജയൻ പറയുന്നുണ്ട്, എന്താണോ താനിങ്ങനെ വിചാരിക്കുന്നതെന്ന് ചോദിക്കുക. അപ്പം ദേവയാനി പറയാ, ഒന്നുമില്ല ജയേട്ടാ, ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇന്ന് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്, പക്ഷേ മക്കൾ പോലും വിളിച്ചിട്ട് ഒരു വിഷ് പോലും ചെയ്തില്ല. ആരും അതൊന്നും ആലോചിക്കുന്നേയില്ല. വീട്ടിലെല്ലാവരും അതൊക്കെ മറന്നു പോയി എന്ന് തോന്നുന്നു. അപ്പോൾ ജയൻ പറയാണ്, അതിനിപ്പോൾ എന്താ, മറന്നു പോട്ടെ, ഇതിപ്പം നമ്മുടെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി ഒന്നും അല്ലല്ലോ, നമുക്ക് ഇത്രയും പ്രായമൊക്കെ ആയില്ലേ, ഇനിയിപ്പോൾ ആരാഘോഷിക്കാനാ എന്നൊക്കെ പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ വരുമ്പോഴേക്കുമാണ് കേട്ടോ. ഇവർ വരുമ്പം ബലൂണൊക്കെ പൊട്ടിച്ച് ആകെ മൊത്തം ഒരു ആഘോഷമാണ്. എല്ലാവരും കൂടെ ചാടി വീണിട്ട് ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി എന്നൊക്കെ പറഞ്ഞ് ബൊക്കിയൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങ് ദേവയാനി അന്തം വിട്ടു പോവാണ്. ദേവയാനി ചോദിക്കുകയാണ്, ആഹാ, ഇവിടെ ഇത്രയൊക്കെ ഒരു സെലിബ്രേഷനൊക്കെ അറേഞ്ച് ചെയ്തോ, എന്നിട്ടൊന്നും പറഞ്ഞു പോലും ഇല്ലല്ലോ നയനെ എന്ന് പറയുമ്പോൾ നയന പറയാണ്, ഇതൊക്കെ ഞങ്ങളൊരു സർപ്രൈസ് ആയിട്ട് വെച്ചതല്ലേ അമ്മേ, ആദർശേട്ടനും ഞാനും ഒക്കെ കൂടി അമ്മയ്ക്കും അച്ഛനും ഒരു സർപ്രൈസ് തരാൻ. അപ്പം ദേവയാനി പറയാണ്, ഞാനോർത്തു നിങ്ങളിതൊന്നും ഓർക്കുന്നില്ലെന്ന്, നിങ്ങളിതെല്ലാം മറന്നു പോയെന്ന് വിചാരിച്ചു എന്ന് പറയുമ്പം ആദർശ് പറയാണ്, അങ്ങനെ വല്ല ഞങ്ങൾ മറന്നതൊന്നുമല്ല, മനഃപൂർവ്വം അച്ഛൻ ഇന്ന് മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞ് അമ്മയെ കൂടി ആ കൂടെ വിട്ടതാണ്, ഇവിടെ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ, ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്നൊക്കെ പറയുക. അങ്ങനെ അവരെ കൊണ്ടുപോയി കേക്കൊക്കെ കട്ട് ചെയ്യാണ്. ഭയങ്കര സന്തോഷമായിട്ട് അവിടെ അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആചരിക്കുക. ഇതൊക്കെ കണ്ടിട്ട് ജലജയ്ക്ക് അനാമികയ്ക്കും ജാനകിക്കും ഒന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല. അവർ 3 പേരും കൂടെ നിന്ന് പതിവ് പോലെ കുശുമിങ്ങനെ പറയുകയാണ്. അതേസമയം ബാക്കിയുള്ളവരെല്ലാം നല്ലപോലെ എൻജോയ് ചെയ്യുകയും സെൽഫി എടുക്കുകയും ഒക്കെ ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും നല്ല സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്താണ് കുറച്ച് പേർ അങ്ങോട്ട് കയറി വരുന്നത്. കുറച്ച് ഒഫീഷ്യൽസും പോലീസ് ഓഫീസേഴ്സും ഒക്കെ ഉണ്ട്. അവർ കയറി വരുന്നത് കാണുമ്പോഴത്തേക്കും സെക്യൂരിറ്റിയും കൂടെയുണ്ട്. എന്നിട്ട് നിർത്ത് എന്നൊക്കെ പറഞ്ഞ് അവരകത്തേക്ക് കയറി വരുമ്പം ഉടനെ തന്നെ മുത്തശ്ശൻ ചോദിക്കുക, എന്താ ഇത്, അനുവാദം ചോദിക്കാതെ ഇങ്ങനെ അകത്തേക്ക് കയറി വരുന്നത്, നിങ്ങൾ ആരൊക്കെയാ എന്ന് ചോദിക്കുക. അപ്പോൾ സെക്യൂരിറ്റി പറയുന്നുണ്ട്, അത് സാറേ, ഇവരോട് അകത്ത് കയറരുതെന്ന് പറഞ്ഞതാ, പക്ഷേ ഇവരത് സമ്മതിച്ചില്ല, ഇവരിങ്ങോട്ട് കയറിപ്പോന്നു എന്ന് പറയുമ്പം അവർ പറയുന്നുണ്ട്, ഞങ്ങൾ ഗവൺമെൻറ് ഒഫീഷ്യൽസാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യണം, അപ്പോൾ അതിൽ നിന്ന് തടയാൻ പാടില്ല എന്ന് പറയാം. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങളുടെ ഡ്യൂട്ടി, അതൊക്കെ ഞങ്ങൾ പറയാമെന്ന് പറയാം. അപ്പോൾ ആദർശൻ അങ്ങ് ദേഷ്യം വരിക, എന്ത് ഡ്യൂട്ടി ആയാലും എന്താ, ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ, അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കയറി വന്ന് അലങ്കോലമാക്കാനായിട്ടൊക്കെ ഡ്യൂട്ടി പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ അവർ പറയാണ്, സാർ സോറി, ഞങ്ങളത് ചെയ്തത് തെറ്റായി പോയെങ്കിൽ ക്ഷമിക്കണം, പക്ഷേ ഒരു വലിയ കാര്യം നിങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്, അതുകൊണ്ട് അതിൽ നിന്ന് ഞങ്ങളെ ഡ്യൂട്ടിയിൽ നിന്ന് മാറാനായിട്ട് ഞങ്ങളോട് പറയരുത്, അത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം. അപ്പോൾ മുത്തശ്ശൻ ആദർശിനോട് പറയുന്നുണ്ട്, ആദർശേ അതൊക്കെ വിട്, അവരവരുടെ ജോലി ചെയ്യട്ടെ, എന്ത് പറയാനാണ് വന്നതെന്ന് ചോദിക്കുക. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഈ കുട്ടിയെ വിളിക്കുകയാണ് കേട്ടോ, മോളെ വരൂ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഈ കുഞ്ഞ് ഓടി വരികയാണ്. ഒരു 4-5 വയസ്സുള്ള ഒരു കുട്ടി.
അപ്പോൾ അത് വന്നു കഴിയുമ്പം അവർ പറയണേ, ഈ കുട്ടിയുടെ അച്ഛൻ ഈ വീട്ടിലുണ്ട്, അനന്തപുരിയിലെ ഒരാളാണ് ഈ കുട്ടിയുടെ അച്ഛൻ, അതുകൊണ്ട് ഇനി മുതൽ ഈ കുട്ടി ഇവിടെയാണ് വളരാൻ പോകുന്നത്, നിങ്ങളുടെ സംരക്ഷണയിലായിരിക്കും ഈ കുട്ടി വളരേണ്ടത്. ഇത്രയും ദിവസം ശിശുക്ഷേമ സമിതിയിലായിരുന്നു. ഈ കുഞ്ഞിൻ്റെ അമ്മ മരിച്ചുപോയി. ഈ കുഞ്ഞിൻ്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് തന്ന മൊഴിയിൽ അനന്തപുരി തറവാട്ടിൽ ഈ കുഞ്ഞിനെ ഏൽപ്പിക്കണമെന്നും ഇവിടെ ഒരാളാണ് ഈ കുട്ടിയുടെ അച്ഛനെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ ഏൽപ്പിക്കാൻ വന്നതാന്ന് പറയുമ്പം എല്ലാവരും അന്തം വിട്ടു പോവുക കേട്ടോ. അപ്പോഴേക്കും ഉടനെ ആദർശ് ചോദിക്കുക, നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഏതോ ഒരു പെൺകുട്ടി മരിക്കുന്നതിന് മുമ്പ് ആ കുട്ടിയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ അനന്തപുരിയിലുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇവിടെ അങ്ങ് കൊണ്ട് ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റുമോ? ഇതെന്തൊരു നിയമമാണ്? അപ്പോൾ അവർ പറയാണ്, അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് കൊണ്ട് ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റും. ഇനി നിങ്ങൾക്ക് നിയമപരമായിട്ട് ഇത് തെളിയിച്ചെടുക്കണം, അത് നിങ്ങളുടെ കാര്യമാണ്. പക്ഷേ ആ മരിച്ചുപോയ പെൺകുട്ടിയുടെ മരണമൊഴിയിൽ ആ കുട്ടി യഥാർത്ഥത്തിൽ ഉറപ്പിച്ച് പറയുന്നുണ്ട് അനന്തപുരിയിൽ തന്നെയാണ് ഈ കുഞ്ഞ് വളരേണ്ടതെന്നും ഈ കുഞ്ഞിൻ്റെ അച്ഛൻ അനന്തപുരിയിൽ തന്നെ ഉണ്ടെന്നും പറയുന്നുണ്ട്. അങ്ങനെയുള്ള സ്ഥിതിക്ക് ഞങ്ങൾക്ക് കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടേ പറ്റുള്ളൂ. ഇതാണ് ഇതിൻ്റെ നിയമപരമായ വശം. ഇനി നിങ്ങളിത് കോടതി വഴി നേരിട്ടാൽ മതി എന്ന് പറയാണ്. അതുവരെ കുഞ്ഞ് നിങ്ങളുടെ സംരക്ഷണയിൽ തന്നെ ആയിരിക്കണം. ശിശുക്ഷേമ സമിതിയിൽ നിന്നാണ് ഇവിടെ കൊണ്ടുവിടുന്നത്. അതുകൊണ്ട് കുഞ്ഞിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഞങ്ങൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ കുഞ്ഞിനൊരു കുഴപ്പം ഉണ്ടാവരുത്. നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കുകയും അതിനെ ഉപദ്രവിക്കാതെ നോക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്യേണ്ടത് നിങ്ങളാണ്. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നിങ്ങളെല്ലാവരും അഴിയെണ്ണും. അല്ലാതെ അറിയാമല്ലോ ഇപ്പോഴത്തെ നിയമങ്ങളൊക്കെ. അതുകൊണ്ട് കുട്ടി ഇനി ഇവിടെ നിൽക്കൂന്ന് പറയാം. അപ്പോൾ ഉടനെ ജലജ പറയുക, എന്ത് ന്യായം ഈ പറയുന്നത്? അനന്തപുരിയിലുള്ള ആരുടെയും കുഞ്ഞാണെന്ന് പറഞ്ഞ് ഒരു പെങ്കൊച്ചിനെ കൊണ്ടുവന്ന് ഇങ്ങോട്ട് വിട്ടിട്ട് നിങ്ങളങ്ങ് പോവുകയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, മേഡം കുട്ടിയുടെ കാര്യം സംരക്ഷിച്ചോണം, ഞങ്ങളിപ്പോൾ പോവാണ്. ഞങ്ങൾ ഇതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വരികയും ചെയ്യും, ബാക്കിയെല്ലാം നിയമപരമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ അവർ പോയി കഴിയുമ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്, ആരാണ് കുട്ടിയുടെ അച്ഛനെന്നുള്ള നിധിക്ക്. അപ്പം ജലജ ഉടനെ തന്നെ അബിയോട് ചോദിക്കുന്നുണ്ട്, എടാ അബി, എനിക്ക് നിന്നെ സംശയമുണ്ട്, നിൻ്റെ കുഞ്ഞു വല്ലതും ആണോടാ ഇത്? അപ്പം അബി പറയണേ, എന്താ അമ്മ ഇത്? ഒന്നും അറിയാത്ത പോലെ അബി പറയാണ് കേട്ടോ. അബിക്കറിയാം അബിയുടെ കുട്ടിയാണ് അനക്കെ മരിച്ചു പോയി എന്നൊക്കെ ഉള്ള കാര്യം. അബി പറയാ, എന്താ അമ്മ എന്നെ ഇങ്ങനെ സംശയിക്കുന്നത്? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അമ്മയോട് പറയല്ലേ, ഇതൊന്നും എൻ്റെ കുഞ്ഞൊന്നും അല്ല, ആരും എന്നെ സംശയിക്കരുത് എന്ന് പറയുകയാണ്. അതുപോലെ എല്ലാവർക്കും ഒരു സംശയമൊക്കെ ഉണ്ട് കേട്ടോ. അതേസമയം ജലജയാണ് ഈ കൊച്ചിനെ കാണുമ്പം കൊച്ചിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുക, ഞാൻ തന്നെ ചോദിക്കുക ഇവളോട്, ഇവളുടെ അച്ഛൻ ആരാണ്, ഇവളുടെ അമ്മ ആരാണെന്നൊക്കെ. അങ്ങനെ ആയാലും കൊള്ളില്ലല്ലോ എന്നും പറഞ്ഞിട്ട് കൊച്ചിൻ്റെ അടുത്തേക്ക് ചെന്നേച്ച് ചോദിക്കുക, എടി നിൻ്റെ അമ്മ ആരടി മരിച്ചു പോയ നിൻ്റെ അമ്മ? നിൻ്റെ അമ്മയുടെ പേരെന്താടി? ആരാടി നിൻ്റെ അച്ഛൻ? നിൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടില്ലേ ആരാന്ന്? പറയടി, ഈ വീട്ടിലാണോടി നിൻ്റെ അച്ഛൻ? ഈ വീട്ടിലെ ആരാടി നിൻ്റെ അച്ഛൻ? എന്നൊക്കെ ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഈ കൊച്ചിനന്നേരം നല്ല കല്ലി വന്ന് നിൽക്കാൻ കൊച്ചിനെ ഇങ്ങനെ കയറി പിടിച്ച് ആണ് ജലജ ചോദിക്കുന്നത്. കൊച്ച് ജലജയുടെ കയ്യിലോട്ടൊരു കടിയൊക്കെ അങ്ങ് വെച്ച് കൊടുക്കുക. ജലജ, അയ്യോ ഈ കൊച്ചെന്നെ കടിച്ചേ, ഈ പെണ്ണിനെ കടിച്ച് പറിച്ചേന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് കാറുവാണ് ജലജ. അന്നേരത്തേക്ക് ഈ കൊച്ചിനെ പിടിക്കാൻ ഓടുക. എടാ കൊച്ചെന്നിട്ട് ഇറങ്ങി ഓടുകയാണ്. അപ്പോൾ പറയാം, എടാ അബി പോയി കൊച്ചിനെ പിടിക്കടാ, ഇല്ലെങ്കിൽ അതങ്ങ് ഇറങ്ങിപ്പോയെങ്കിൽ നമ്മളെല്ലാം അകത്ത് കിടക്കും എന്ന് പറയാണ്. അങ്ങനെ അബിയും ആദർശവും അനിയും കൂടെ ഓടി നടന്നൊക്കെ കൊച്ചിനെ പിടിക്കുന്നുണ്ട്. കൊച്ചാണെങ്കിൽ എല്ലാം ചെടിച്ചട്ടിയൊക്കെ എടുത്ത് എറിയി ആകെ മൊത്തം അനന്തപുരി ഒരു കോലാഹലാകാണ് കേട്ടോ. അത് കഴിഞ്ഞ് ടി വിയിൽ ഒരു അടിപൊളി പാട്ട് കാണുമ്പോൾ കൊച്ച് അവിടെ നിന്ന് ഡാൻസ് കളിക്കുക, അവിടെ വന്നിരിക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഏതായാലും ഈ കുഞ്ഞിവിടെ എത്തി, ഇനിയിപ്പോൾ ഈ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് നോക്കണം, അല്ലാതെ പറ്റില്ല. എല്ലാവരും മാറി മാറി ആ കുഞ്ഞിനെ നോക്കണം. ഇതിൻ്റെ പേരിലൊരു പ്രശ്നമൊന്നും ഉണ്ടാകാൻ പാടില്ല. നിയമപരമായിട്ട് ഇത് തെളിയട്ടെ, അതുവരെ കുഞ്ഞ് ഇവിടെ നിൽക്കട്ടെ എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ കൊച്ചാകപ്പാടെ വീട്ടിലേക്ക് ആകുമ്പോഴേക്കും ആകെ മൊത്തം എല്ലാവർക്കും അങ്കലാപ്പാവുകയാണ്. ജയനോട് ചോദിക്കുന്നുണ്ട് ദേവയാനി, ഇനി നിങ്ങളുടെ കുഞ്ഞെങ്ങാനും ആണോ? ജയൻ പറയാം, ദേവയാനി ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നീ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ ആകെ മൊത്തം എല്ലാവരും സംശയത്തിൻ്റെ നിഴലിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതേസമയം കൊച്ചിനെ ആര് നോക്കും എന്നുള്ള കാര്യത്തിലും തീരുമാനമായിട്ടില്ല. അങ്ങനെ എല്ലാവരും കൂടെ ഇരിക്കുമ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, അതൊരു കാര്യം ചെയ്യാം, ഈ കുഞ്ഞിനെ ഓരോ ദിവസവും ഓരോരുത്തരും നോക്കണം എന്ന് പറയണം. ഒരു ദിവസം ജലജ നോക്കുകയാണെങ്കിൽ ഒരു ദിവസം ജാനകി, ഒരു ദിവസം ദേവയാനി, അങ്ങനെ ആളുകൾ മാറി മാറി നോക്കണം. അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കണം എന്ന് പറയുകയാണ് കേട്ടോ. ഒരു പ്രശ്നം ഉണ്ടായാൽ എല്ലാവരും അകത്ത് കിടക്കുന്ന കാര്യമാണെന്ന് അറിയാമല്ലോ. അപ്പോൾ പറയാണ്, ആദ്യത്തെ ദിവസം ജലജ തന്നെ നോക്കിക്കോളാൻ മുത്തശ്ശി പറയാണ്. അപ്പോൾ ജലജ പറയാണ്, അതെന്താ ആദ്യം തന്നെ എനിക്കിട്ട് പണി? ഇവിടെ മറ്റുള്ളവരൊക്കെ നോക്കട്ടെ, ഞാൻ തന്നെ എല്ലാ കാര്യം ആദ്യം തന്നെ ചെയ്യണമെന്നെന്താ?
അപ്പോൾ ഉടനെ തന്നെ മുത്തശ്ശി പറയുന്നുണ്ട്, എന്നാൽ നിനക്ക് ചെയ്യാം, അല്ലെങ്കിൽ നീ ചെയ്യണ്ട, എന്നായാലും ചെയ്യണം, എന്നാൽ പിന്നെ ജാനകി ചെയ്തോളാൻ പറയാം. അപ്പോൾ ജാനകി പറയാണ്, അമ്മേ അതൊന്നും വേണ്ട അമ്മേ, എല്ലാ കാര്യവും ഇവിടെ ആദ്യം ചെയ്യാൻ താല്പര്യം ജലജയ്ക്കല്ലേ, അതുകൊണ്ട് അവൾ തന്നെ കുഞ്ഞിനെ ആദ്യം നോക്കട്ടെ, അതിനുശേഷം ഞാൻ നോക്കാം എന്ന് പറയാണ്. അന്ന് പിറ്റേ ദിവസത്തെ ഡ്യൂട്ടി ജലജയ്ക്കാണ് കേട്ടോ, കൊച്ചിനെ നോക്കാനായിട്ട്. ജലജയ്ക്കാണെങ്കിൽ നല്ല അരിശമാണ്, ജലജ നോക്കുന്നൊന്നുമില്ല. അങ്ങനെ എല്ലാവരും കൂടി ഇരിക്കുമ്പം ഈ കുട്ടി ഇരുന്ന് കളിച്ച് അവിടെ വീഴുമ്പോൾ മുത്തശ്ശനും ദേവയാനിയും എല്ലാം ഓടി വരികയാണ്, നയനിയൊക്കെ. എന്നിട്ട് ചോദിക്കുക, എന്താ മോളെ, എന്താ നീ വീണത്, നിനക്ക് എന്ത് പറ്റി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ കൊച്ചു പറയാണ്, ഞാൻ ഓടിക്കളിച്ചപ്പം വീണതാണ്, അതെ എനിക്ക് വിശക്കുന്നുണ്ട് നന്നായിട്ട്, ഞാനൊന്നും കഴിച്ചില്ല എന്നൊക്കെ പറയുക. അപ്പം ദേവയാനി ചോദിക്കുന്നുണ്ട്, മോളൊന്നും ഇന്ന് കഴിച്ചില്ലേ? ഇല്ല, എനിക്ക് ആരും ഒന്നും തന്നില്ല, അതുപോലെ തന്നെ വിശന്നിട്ട് എനിക്ക് കണ്ണ് കാണാൻ വയ്യ. എന്നിട്ട് എന്താ മോള് ചോദിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ പറയാം, ചോദിക്കാൻ എനിക്ക് പേടിയായിരുന്നു, ഇന്നലെ ഞാൻ അടുക്കളയിലെ പാത്രങ്ങളൊക്കെ തട്ടിയിട്ടില്ലേ, അതുകൊണ്ട് എന്നെ വഴക്ക് പറഞ്ഞാലോ എന്ന് പേടിച്ചിട്ടാണ് ചോദിക്കാഞ്ഞത് എന്ന് പറയാണ്. അപ്പം ദേവയാനി പറയുന്നുണ്ട്, അത് മോൾക്ക് ആഹാരം വേണ്ട, അപ്പം ചോദിക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ ആ കുഞ്ഞ് പറയാണ്, എന്നാൽ പോയി ഞാൻ ക്യൂ നിൽക്കട്ടെ എന്ന് ചോദിക്കുക. ശിശുക്ഷേമ സമിതിയിൽ അങ്ങനെ ആയിരുന്നു, ഞങ്ങൾ ക്യൂ നിന്നിട്ടാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്, അതുപോലെ പോയി ക്യൂ നിൽക്കട്ടെ. അപ്പോഴേക്കും ദേവയാനിക്കും എല്ലാവർക്കും അങ്ങ് വിഷമാവുകയാണ് കേട്ടോ. ദേവയാനി പറയാണ്, മോളെ നീ ക്യൂ ഒന്നും നിൽക്കേണ്ട, നീ ഇവിടെ കയറിയിരിക്കുക എന്ന് പറഞ്ഞിട്ട് ദേവയാനി അടുക്കളയിൽ പോയി കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ എടുത്ത് പാലും ഒക്കെ തിളപ്പിച്ച് കൊണ്ടുവന്ന് ഈ കൊച്ചിന് കൊടുക്കുക. എന്നിട്ട് പറയാണ്, വയറ് നിറച്ച് കഴിച്ചോ കേട്ടോ എന്ന് പറയാം. അപ്പം നയനയും ഒക്കെ അതിൻ്റെ അടുത്ത് സ്നേഹത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും കുഞ്ഞിനെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ജലജയ്ക്ക് കാണരുത്. ജലജ പറയണ, നാശം പിടിക്കാൻ. ഉടനെ മുത്തശ്ശൻ ചോദിക്കുക, ജലജെ നീയല്ലേ ഇന്ന് കുഞ്ഞിനെ നോക്കേണ്ടത്, എന്നിട്ടെന്താ നീ നോക്കാഞ്ഞത്? അതിന് ഇത്തിരി ഭക്ഷണമെങ്കിലും കൊടുക്കാമായിരുന്നു നിനക്ക്, നീ എന്താ ഭക്ഷണം എടുത്ത് കൊടുക്കാഞ്ഞത്? അതിന് ഭക്ഷണം കൊടുത്തു, കുഞ്ഞിനെ ഞാൻ കണ്ടില്ല, അത് വിശക്കുന്നെന്ന് എന്നോട് പറഞ്ഞൂല, അതുകൊണ്ടാണ് ഞാൻ ഭക്ഷണം കൊടുക്കാഞ്ഞ്. ഇനി ഞാനെന്താ പുറകെ നടന്ന് വിശക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് ഭക്ഷണം കൊടുക്കണോ? അപ്പം മുത്തശ്ശൻ പറയാണ്, ഇതെന്തെങ്കിലും കുഞ്ഞിന് പ്രശ്നം ഉണ്ടായോണ്ടല്ലോ അകത്ത് പോകുന്നുള്ള കാര്യം നിനക്കറിയാമല്ലോ അല്ലേ ജലജയ് എന്ന് ചോദിക്കുമ്പം ജലജയ ഒന്ന് അടങ്ങുകയാണ്. അങ്ങനെ കൊച്ചു ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. അപ്പോഴേക്കും പെട്ടെന്ന് ജലജയെ വഴക്ക് പറഞ്ഞാലും ജലജ പറയാം, നീ ഇങ്ങോട്ട് വാ എണീറ്റ് എന്ന് പറഞ്ഞാൽ ആ കൊച്ചിനെ വലിച്ചെടുത്ത് അങ്ങ് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ജലജയാണ് കുഞ്ഞിനെ നോട്ടം, പക്ഷെ നോക്കുന്നൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ നയന കൊണ്ടുവരുന്നത് ജലജയുടെ അടുത്തേക്ക്. എന്നിട്ട് പറയണം, അപ്പച്ചി മോള് കുറച്ച് നേരമായി എൻ്റെ അടുത്ത് വന്ന് പറയുന്നു മോക്കൊന്ന് ബാത്റൂമിൽ പോകണമെന്ന്. ഇന്ന് അപ്പച്ചിയുടെ ഡ്യൂട്ടി അല്ലേ, അപ്പച്ചിയല്ലേ നോക്കേണ്ടത്, അതുകൊണ്ട് കൊച്ചിനെ ഒന്ന് ബാത്റൂമിൽ കൊണ്ടുപോക്കി, അവൾക്ക് കുളിക്കുകയൊക്കെ വേണം എന്ന് പറയാം. അപ്പം ജലജയ്ക്കങ്ങ് ദേഷ്യം വരിക. ജലജ പറയാണ്, ഇവളെ ഞാൻ കുളിപ്പിക്കണം അല്ലേ, നിനക്കങ്ങോട്ട് കൊണ്ടുപോയി ഒന്ന് കുളിപ്പിച്ചാലെന്താ? അപ്പം നയന പറയാണ്, ഇന്ന് എൻ്റെ ദിവസമല്ല, ഇന്ന് അപ്പച്ചിയുടെ ദിവസമാണ്, അതുകൊണ്ട് അപ്പച്ചി അങ്ങ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഞാനിപ്പം മുത്തശ്ശനോട് പറയാം. അപ്പോഴേക്ക് ജലജ പറയണം, വേണ്ട, ഞാൻ കൊണ്ടുപോയി അവളെ കുളിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് ടവലൊക്കെ എടുത്തോണ്ട് പോയി കൊച്ചിനെ ബാത്റൂമിൽ കൊണ്ടുവരുത്തി ജലജ കുളിപ്പിക്കുക. ജലജ കുളിപ്പിക്കുമ്പോഴേക്കും ജലജയുടെ മേത്തോട്ട് കൊച്ചു വെള്ളം എല്ലാം വാരി ഒഴിക്കുകയും സോപ്പ് പാത തെറിപ്പിക്കുകയും എല്ലാം ചെയ്യുക. ജലജ പറയുന്നുണ്ട്, നാശം പിടിക്കാനേ, ഇത് എന്തൊരു ഗതികേടാണോ, ഏതവൻ്റെ കുഞ്ഞാണോ ഇതിനെയൊക്കെ കുളിപ്പിക്കേണ്ട ഗതികേട്, എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ, ഇങ്ങനെ ഒരവസ്ഥ ആർക്കും വരരുത് എന്നൊക്കെ പറഞ്ഞ് അടങ്ങി നിൽക്കുക കൊച്ചെ അവിടെ എന്നൊക്കെ അതിനോട് പറഞ്ഞ് അതിനെ കുളിപ്പിച്ച് തോർത്തിക്കുന്നൊക്കെയുണ്ട് ജലജ. അപ്പോഴൊക്കെ ഈ കൊച്ചു കുസൃതി കാണിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പോൾ തോർത്തിച്ചിട്ട് വഴക്കൊക്കെ പറഞ്ഞ് കൊണ്ടുവരുമ്പം നയനെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ പേടിച്ചിട്ട് ജലജ പിന്നെ വീണ്ടും പൗഡറും പൊട്ടും ഒക്കെ തൊടിയിക്കുകയാണ്. അപ്പോൾ പൗഡറൊക്കെ എടുത്തിട്ട് ഈ കൊച്ച് ജലജയുടെ മുഖത്തോട്ട് അങ്ങ് ഇടുക. ജലജ പറയുന്നുണ്ട്, മോളെ ഇങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ, എൻ്റെ മേക്കപ്പ് എല്ലാം പോവും, ഇങ്ങനെയൊന്നും ചെയ്യല്ലേ, ഇവിടെ അടങ്ങിയിരുന്നേ, ഞാൻ സുന്ദരി കുട്ടിയാക്കി തരാമല്ലോ എന്നൊക്കെ പറഞ്ഞ് മുഖത്തൊക്കെ പൗഡറൊക്കെ ഇട്ട് കൊടുക്കുക ജലജ. അങ്ങനെ ഓരിക്ക് പെറുക്കിയൊക്കെ കഴിയുമ്പം കൊച്ചു പറയാണ്, ഞാനിവിടെ ഇരുന്നിരുന്ന മടുത്തു, എൻ്റെ കൂടെ ഒന്ന് കളിക്കാൻ വരാമോ ആൻറ്റി എന്ന് ചോദിക്കുക. അപ്പോൾ ജലജ പറയാണ്, ഇനി ഞാൻ കളിക്കാനും വരണം എന്ന് പറഞ്ഞ് ഒരു ബോളൊക്കെ എടുത്തിട്ട് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാണ് കളിക്കാൻ. കൊച്ചാണ് ബോൾ ഇറങ്ങി കൊടുക്കുകയാണ്. ജലജ അത് മേടിക്കുന്നുണ്ട് കേട്ടോ. ജലജ മേടിച്ചിട്ട് അത് പോയി എടുത്തുകൊണ്ട് വരണം ജലജ. അപ്പോൾ കൊച്ചിനോട് പറയുന്നുണ്ട്, ഇനി നീ പോയി എടുക്കുക. അപ്പോൾ അത് പറയാം, ഇല്ല ഞാൻ പോയി എടുക്കുകയല്ല, ആൻറ്റി തന്നെ പോയി ബോളെല്ലാം എടുക്കണം. ജലജയാണെങ്കിൽ ബോളിൻ്റെ പുറകെ നടന്ന് മടുക്കുകയാണ്. കൊച്ചെറിയും, ജലജ പോയി എടുക്കും. കുറേ നേരം ആകുമ്പോൾ ജലജ മടുക്കുകയാണ് കേട്ടോ. ജലജ പറയാണ്, ഈ നാശം പിടിച്ച കൊച്ചിൻ്റെ പുറകെ നടന്ന് കളിച്ച് എൻ്റെ നടു ഒടിഞ്ഞു, കാലും കൈയും നടുവും എല്ലാം വേദന എടുത്തിട്ട് വയ്യ എന്നും പറഞ്ഞ് അവിടെ ഒരു ബെഞ്ചിലങ്ങ് ഇരിക്കുകയാണ്. എന്തൊരു കാലുവേദനയാണെന്ന് നോക്കണേ, ഒരു രക്ഷയില്ല.
ഇതെന്തൊരു ഗതിയാണോ എന്ന് പറയാം. അപ്പോൾ കൊച്ചു പിന്നെയും വിളിക്കുക കേട്ടോ, വാ കളിക്കാൻ വാ ആൻറ്റി. അപ്പോൾ പറയാണ്, ഞാൻ കളിക്കുന്നില്ല, എനിക്ക് വയ്യ, നീ തന്നെ കുറച്ച് നേരം ഇവിടെ നിന്ന് കളിക്ക് എന്ന് പറഞ്ഞ് മുറിക്കകത്തേക്ക് കയറിപ്പോയി സെറ്റിൽ പോയി അങ്ങ് കിടക്കുകയാണ് ക്ഷീണം കൊണ്ട് ജലജ. അപ്പോഴത്തേക്ക് ഈ കൊച്ചു ഓർക്കുവാണ് കേട്ടോ, അയ്യോ പാവ ആൻറ്റി, എൻ്റെ കൂടെ കളിച്ചിട്ടല്ലേ ആൻറ്റിയുടെ കൈയും കാലും ഒക്കെ വേദന വന്നത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ആൻറ്റിയുടെ കൈൻ്റെയും കാലിൻ്റെ വേദന മാറാൻ എന്തെങ്കിലും ചെയ്യണമല്ലോ. ഓ, ഒരു ഐഡിയ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോയിട്ട് മരുന്നൊക്കെ വെക്കുന്ന ഒരു ബോക്സിൻ്റെ അകത്തുനിന്ന് ഒരു സിറിഞ്ച് ഒക്കെ എടുത്തുകൊണ്ട് വരികയാണ്. ആ സിറിഞ്ച് എടുത്തുകൊണ്ട് വന്നിട്ട് ഉറങ്ങിക്കിടക്കുന്ന ജലജയുടെ കായ്ക്കിട്ട് ഒരു കുത്തു വെച്ച് കൊടുക്കുക. ജലജ അയ്യോ എന്നും പറഞ്ഞ് ചാടി എണീക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് എന്താണ് ഈ നാശമേ നീ കാണിച്ചത്, നീ എന്താ എൻ്റെ കയ്യിൽ കൊണ്ട് കുത്തിയത്? അപ്പോൾ കൊച്ചു പറയണേ, അതെ ഇത് ഞാൻ ഇഞ്ചക്ഷൻ വെച്ചതാ ആൻറ്റി, എൻ്റെ കൂടെ കളിച്ച് കളിച്ച് വയ്യാതായില്ലേ, ക്ഷീണമൊക്കെ ആയില്ലേ, ആൻറ്റിയുടെ വേദനയൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻ വെച്ചതാ. ഓ നാശവേ, വേദന മാറാൻ വേണ്ടി നീ ഇഞ്ചക്ഷൻ വയ്ക്കുമല്ലേ, അയ്യോ ഇതിനെക്കൊണ്ട് ഞാൻ മടുത്തേ, എന്നെ ഈ കൊച്ചിപ്പോൾ കൊല്ലുവേ എന്നൊക്കെ പറയുമ്പം എല്ലാവരും കൂടെ വരികയാണ് കേട്ടോ. വരുമ്പോഴേക്കും ദേവയാനി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ എന്താ പ്രശ്നം? അതെ ഈ ആൻറ്റിക്ക് ദേഹമൊക്കെ വേദനയാന്ന് പറഞ്ഞ് എൻ്റെ കൂടെ കളിച്ചിട്ട്, അപ്പോൾ വേദന മാറാൻ വേണ്ടി ഞാനൊരു ഇഞ്ചക്ഷൻ വച്ചതാ എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടെ ചിരിക്കുക കേട്ടോ. അപ്പോഴേക്ക് ജലജ പറയാണ്, ചിരിച്ചോ ചിരിച്ചോ, എല്ലാവരും കൂടെ നിന്ന് ചിരിച്ചോ, ബാക്കിയുള്ളവരുടെ വേദന കൊണ്ട് പൊളയുക എന്ന് പറയുക. അപ്പോൾ പറയുന്നുണ്ട് ദേവയാനി കൊച്ചിനോട്, അതേ മോളെ നീ വലുതായി പഠിച്ച് മിടുക്കിയായ ഡോക്ടറൊക്കെ ആവണം, അപ്പോൾ ഓരോരുത്തർക്ക് വേദന വരുമ്പോൾ ഇഞ്ചക്ഷനൊക്കെ വെച്ച് കൊടുക്കാം. ഇപ്പം മോൾ അങ്ങനെയൊന്നും ചെയ്യല്ലേ, ഇനിയിപ്പം ആൻറ്റിയെ വന്ന് ഇഞ്ചക്ഷനൊന്നും വയ്ക്കില്ല കേട്ടോ, മിടുക്കിയല്ലേ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് കേട്ടോ. അതേസമയം ജലജ നല്ല അരിശത്തിൽ നിൽക്കുകയാണ്. കൊച്ച് നല്ല 8ൻ്റെ പണി ജലജയ്ക്കും അനാമികയ്ക്കും ഒക്കെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ വരാൻ പോകുന്ന വീഡിയോയിലൂടെ ഇടാം. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്